ഈ ഇലക്ഷൻ ആകുമ്പോൾ പാർട്ടി ചാനലുകാർക്കും പൊതുവിൽ ചാനലുകാർക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിവാദം വേണം. വിവാദമില്ലെങ്കിൽ ഒരു കൊഴുപ്പില്ല. അതുകൊണ്ടാണ് ചിലതൊക്കെ ചോദിച്ച് വരുത്തി നമ്മുടെ വെള്ളാപ്പള്ളി സാറൊക്കെ നാക്ക് കടിച്ച് മൈക്കെടുത്ത് ദൂരേക്കെറിയുമ്പോൾ നമ്മൾ വിചാരിക്കുക കേരളം ഞെട്ടുകയാണ്, മാധ്യമങ്ങൾ ഞെട്ടുകയായിരിക്കുമെന്ന്. അവർക്ക് വലിയ സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു ബൈറ്റൊക്കെ കിട്ടിയാൽ, അങ്ങനെ ഒരു ദൃശ്യം കിട്ടിയാൽ, അങ്ങനെ ഒരു ഒരു ദൃശ്യശകലം കിട്ടിയാൽ പിന്നെ ഉത്സവമാണ്. അതിനുവേണ്ടി എന്തെല്ലാം തരത്തിലുള്ള വാർത്തകളും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഈ ഇലക്ഷൻ കാലം എന്ന് പറയുന്നത്. പൊതുവിൽ എല്ലാ ദിവസവും ഉണ്ട്, എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പൂക്കാലമാണ് ഈ കാലം. ഇപ്പം ഇന്ന് വളരെ രസകരമായ ഒരു പ്രതികരണം കാണാനിടയായി. ആ വർത്തമാനം വളരെ ഭംഗിയായും സ്വാഭാവികമായും നടത്തിയത് നമ്മുടെ കുഞ്ഞാപ്പയാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. നടത്തിയതാകട്ടെ കൈരളി ടിവിയോടുമാണ്. അത് ഇങ്ങനെയാണ്. തങ്ങളെ KLFന് പുറത്തുനിന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഉമ്മർ ഫൈസ് മുക്കത്തിന് ഒന്നുകൂടെ കേട്ടോളൂ. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസിനെ KLFൽ ഗസ്റ്റായി കൊണ്ടുവന്നു. ആ KLFൽ ഗസ്റ്റായി കൊണ്ടുവന്ന് സുനിത വില്യംസിനെ നമുക്കറിയാം, വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് പ്രാർത്ഥനയോടെ ഒരുപാട് സങ്കടത്തോടെ ആളുകൾ കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു സുനിത വില്യംസിൻ്റേത്. ഒരു വനിത ബഹിരാകാശ സഞ്ചാരിയാകുന്നതിലുപരി ആ അയച്ച പേടകത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരികയും അത് ഇങ്ങനെ നീണ്ടുപോവുകയും അവിടെ ആയിരിക്കുമ്പോൾ ക്രിസ്തുമസും ന്യൂ ഇയറും ഒക്കെ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പങ്കുവെക്കുകയും നമുക്ക് ഇതിനു മുമ്പ് കൽപ്പന ചൗളയുടെ ദുരന്തങ്ങളൊക്കെ കൺമുന്നിൽ നിന്നതുകൊണ്ട് എന്തായിത്തീരുമെന്ന ആശങ്കയുണ്ടായിരുന്നെങ്കിലും വളരെ സുരക്ഷിതയായി ഈ സുനിത വില്യംസ് ഫ്ലോറിലിറങ്ങി, മണ്ണിലിറങ്ങി, ഭൂമിയിലേക്കെത്തി. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവർ ആ ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. കോഴിക്കോട് വന്ന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ സുനിത വില്യംസ് നടത്തുകയുണ്ടായി. സത്യത്തിൽ നേരിട്ട് പോയി കാണണമെന്ന് ഒരുപാട് കൊതിയുണ്ടായിരുന്നു, സാധിച്ചില്ല. എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തിനാണ് മനുഷ്യനിങ്ങനെ കലഹിക്കുന്നത്? ഇങ്ങനെ ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഈ ഭൂമിയെ ഒരു സമുദ്രത്തിൻ്റെ ദൃശ്യം പോലെ എല്ലാം ഒരേ വായുവായും ഒരേ പ്രതലമായും ഒരേ ഒരു ഗോളമായും ഒക്കെ കാണുന്ന ഇതിനകത്ത് കിടന്ന് മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുകയും അടിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റുകളിലൊന്നാണ് ഈ പ്ലാനറ്റേറിയൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഒരു പ്ലാനറ്റിലെ ഒരു ജീവിയായിരിക്കുക, ഒരു എലമെൻ്റ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു പ്ലാനറ്റേറിയൻ കോൺഷ്യസ്നെസ്, അത് മറ്റെന്നത്തേനേക്കാളും ഇന്ന് ആവശ്യമുള്ള കാലത്താണ് സുനിത വില്യംസ് ഇത് പറഞ്ഞത്. ഈ സുനിത വില്യംസിനെ കാണാൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാപ്പയും കൂടി പോവുകയായിരുന്നു. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർ കേവലം എവിടെയെങ്കിലും ഇരുന്ന് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ മുഴുകി ഭൗതിക ജീവിതവും ബാഹ്യ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കേവലമായ ജീവിതങ്ങളല്ല, മറിച്ച് അവർ സർവസ്പർശിയായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. വ്യത്യസ്തമായ ഭാഷകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത സംഗീതങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വിജ്ഞാനങ്ങൾ, ദർശനങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് പലപ്പോഴും അവരെ അടുത്തറിയുന്നവർ പല പുസ്തകങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. അതിലൊരു വ്യത്യസ്തനായ ആളാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അതോടൊപ്പം തന്നെ ആത്മീയമായ അതിൻ്റെ പശ്ചാത്തലവും ഭൗതിക നിറവുമൊക്കെ ഉള്ളതിനോട് കൂടി തന്നെ വളരെ മനോഹരമായി സംസാരിക്കുന്ന, വർത്തമാനം പറയുന്ന ഒരാൾ. അവർ പോയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ച നിമിഷങ്ങൾ വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു. കേൾക്കാമത്. പൂർണ്ണമായൊരു കാഴ്ചയാണല്ലോ, ഒരു ആസ്ട്രോണറ്റിനെ നേരിട്ട് കാണുക എന്നുള്ളത്. സുനിത വില്യംസ് സ്പേസ് പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവരെ ഓർക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പോൾ നമുക്ക് അവസരം കിട്ടി. DC ബുക്സിന്റെ രവി അവർ നമ്മളെ ക്ഷണിച്ചിരുന്നു, ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല സമയം കിട്ടി. 10 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. അവർ വലിയ സന്തുഷ്ടയാണ്. അവരുടെ സന്ദേശം എന്നുള്ളത് ഈ വായുവും വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. എന്തിനാണ് മനുഷ്യരെ തമ്മിൽ കലഹിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. എല്ലാ റിലീജിയസ് മൈൻഡോടെ തന്നെയാണ് അവർ സംസാരിച്ചത്. അപ്പോൾ മനുഷ്യന്റെ സ്നേഹവും മനുഷ്യന്റെ ഐക്യവും കൂട്ടായ്മയൊക്കെയാണ് ലോകത്തെ ആവശ്യം എന്നവർ പറയുകയുണ്ടായി.
DC ബുക്സ് പിന്നെ ഇങ്ങനെ ഒരു ക്ഷണം തങ്ങൾക്ക് കൊടുത്തപ്പോ, അതായത് ഇവരെ കാണാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പിന്നെ പറഞ്ഞ് മിസ്റ്റർ രവി ക്ഷണിച്ചപ്പോ വന്ന് കാണാൻ തോന്നി. കലാപൂർവമായ ഒരു സിദ്ധി ഉള്ള ഒരാളാണല്ലോ. സ്പേസിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അപ്പൊ അവരുടെ അനുഭവങ്ങളൊക്കെ ഏതാണ്ട് അപ്പൊ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞത് മനുഷ്യനെ കൊന്നാണ് എന്നുള്ള അവരുടെ സന്ദേശം. മുകളിൽ കയറി നോക്കിയാൽ എല്ലാവരും ഒന്നാണ് എന്നാ തോന്നുന്നതെന്നാ പറഞ്ഞത്. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താം. ഇന്നിപ്പോ രാജ്യത്തിന് ആവശ്യം അതാണ്. അത് നമുക്ക് പകർത്താം. ഞങ്ങൾക്ക് ഭയങ്കര കൗതുകം തോന്നി തങ്ങളെ. ഞങ്ങളും എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കാന്നുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു തുടക്കം? എന്ത് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്? എന്ന് വെച്ചാൽ അദ്ദേഹം അവര് ആദ്യം തന്നെ പറഞ്ഞാൽ കേരളത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്. കേരളീയരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ ആ സ്പേസിൽ കുടുങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലായിരുന്നു. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവരെ കാണാൻ നോക്കേണ്ടത് നമ്മുടെ പൊതുവായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ആൾക്കാരാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ DC ബുക്സ് അതിനുള്ള അവസരം ഒരുക്കി തന്നു. അതിൽ DC ബുക്സിനോട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടൊക്കെ പറഞ്ഞത്. കേരളം ഇപ്പോൾ ഞങ്ങളെ കടൽ ചൂണ്ടിക്കാണിച്ചത് എല്ലാം ഈ ഓഷ്യനെ പോലെയാണെന്നാണ് അവർ പറഞ്ഞത്. സ്പേസ് നോക്കുമ്പോൾ ഒരു ഓഷ്യന്റെ മാതിരി അങ്ങനെ ഞാൻ ചോദിച്ചു ഓഷ്യന്റെ കളർ കാണോ അതോ ഫോറസ്റ്റ് മറ്റൊക്കെ ഉണ്ടല്ലോ, എല്ലാം വ്യത്യാസമൊക്കെ. അപ്പൊ അദ്ദേഹം അവര് പറഞ്ഞു ഒക്കെ ഒരു കളർമയാണ്, ഒരു കളർഫുൾ ആയിട്ടാണ് ഭൂമിയെ കാണുന്നത്. ആ കളർഫുൾ ആയിട്ട് തന്നെ മനുഷ്യന്റെ ജീവിതവും ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത്. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണയുള്ളവനായിരിക്കും എന്നാണല്ലോ മതവചനം. എല്ലാ മതങ്ങളുടെയും സന്ദേശം അതാണ്. അവര് ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ അതിലാണ് വാസ്തവത്തിന് തങ്ങൾ ആകർഷണമായത്. ഈ വിസിറ്റിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ച തങ്ങളാണ്. അപ്പോ DC രവിയുടെ ക്ഷണം വന്നപ്പോ തന്നെ പോണം എന്ന് പറഞ്ഞിറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വചനം തന്നെയാണ്. എന്തിനാണ് ഈ മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് എന്നുള്ള അവരുടെ വാക്കുണ്ടല്ലോ, അത് വളരെ ആകർഷണീയമാണ്, സംശയമൊന്നുമില്ല. ഇതായിരുന്നു ആ ബ്രീഫിംഗ്. എത്ര ഭംഗിയുള്ള ബ്രീഫിംഗ് ആണ്. ഈ പറഞ്ഞ വളരെ വിഷയാസ്പദമായി അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ബഹിരാകാശത്ത് പോയതുകൊണ്ട് സുനിത വില്യംസ് നിരീശ്വരവാദിയായില്ല. തങ്ങൾ പറഞ്ഞതുപോലെ അവർ റിലീജിയസ് ആയിട്ടാണ് സംസാരിച്ചത്. കുഞ്ഞാപ്പ പറഞ്ഞ ഫിലോസഫി, നിങ്ങൾ ഉയരത്തിൽ നിന്ന് കയറി നോക്കിയാൽ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന വിഗഹവീക്ഷണം എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ എല്ലാം ചെറിയ ചെറിയ സംഗതികൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്നതാണ് അങ്ങനെയുള്ള ഒരു സംഗതി. പിന്നെ അതെല്ലാം കൂടാതെ കാണുമ്പോഴോ ഓഷ്യൻ്റെ നിറത്തിലുള്ള, തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ കാടൊന്നും വേർതിരിച്ചറിയാനാവാത്ത എല്ലാം തുല്യമായ വായുവും വെള്ളവും എർത്തും ഒക്കെ സമാനമായി അനുഭവിക്കുന്ന ഒരു ജനതയുടെ തുല്യത, അതാണ് അവർ പങ്കുവച്ചത്. പിന്നെ അതിനേക്കാളുപരി വളരെ കൃത്യമായി സദസ്സറിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാറ് പറഞ്ഞ ആ സംഗതി ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, അപ്പോൾ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞ എല്ലാ മതങ്ങളുടെയും സന്ദേശം. അതായത് വളരെ കരുണാപൂർവ്വം അതിനെ നോക്കിക്കണ്ട, വിദ്യാഭ്യാസമുള്ള, നല്ല അറിവുള്ള, ഈ പറയുന്ന സാഹസികമായ മനസ്സുള്ള അത്തരം ഒരു വലിയ ചരിത്രമായി തീർന്ന ഒരു മഹതിയെ കണ്ടതിൻ്റെ ബ്രീഫിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ സാറിന് പറയുമല്ലോ, മല പാറുന്ന കാര്യം ചർച്ച ചെയ്യുമ്പം അതിൻ്റെ കൂട്ടത്തിൽ വേറെ താണ്ട് പാറുന്ന ഒരു സംഗതി എടുത്തിടുമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കൈരളിക്കാരൻ ഈ ചോദ്യം എടുത്തിട്ടത്. ആ ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമായിപ്പോയി ആ ചോദ്യം. കേരളത്തിന് പുറത്തുനിന്നുള്ള ആ അതായത് ഉമ്മർ ഫൈസി മുക്കത്ത് അപ്പോഴാണ് ഉമർ പൈസി മുക്കം, സുനിത വില്യംസ് സ്പേസിൽ പോയ കാര്യം പറയുമ്പോഴാണ് കൈരളി ചാനലുകാരന് ഉമർ പൈസി മുക്കം. സ്പേസിൽ നിന്ന് ചാടുമ്പോൾ ഒന്നെങ്കിൽ ഭൂഗോളത്തിലോട്ട് ചാട്, അല്ലെ ഏഷ്യയിലോട്ട് ചാട്, യൂറോപ്പിലോട്ട് ചാട്, ഏതെങ്കിലും ഉപഭൂഖണ്ഡത്തിൽ ചാട്, ഇനി അതും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ചാട്, അല്ലെങ്കിൽ കേരളത്തിൽ ചാട്, എങ്ങും ചാടാതെ ഈ അനന്തമജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്ന ഈ ഭൂഗോളത്തിൻ്റെ പ്രതലം കണ്ട സനിതയുമായിട്ട് സംസാരിച്ചിട്ട് വരുമ്പോഴാണ് ഉമ്മർ മുക്കം മുക്കിയ കഥ ചോദിക്കുന്നത്. അതിന് കുഞ്ഞാപ്പയുടെ ക്ലാസ് മറുപടി നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ സ്പേസിൽ നിന്ന് ചാടി നേരെ ഉമ്മർ മുക്കത്തിൻ്റെ പുറത്തോട്ട് ചാടാതെ, പുള്ളിക്ക് തന്നെ വേദന എടുക്കും, അത്രയും പൊക്കത്തിൽ നിന്ന് ചാടിയ. ചാടുന്നവരും കാണത്തില്ല, പൈസയും കാണാത്തൊരവസ്ഥ എത്തിച്ചേരും
എന്തായാലും വളരെ രസകരമായ ഒരു സംഗതിയായിപ്പോയി. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു സ്ഥിതി. അവർക്ക് പ്രപഞ്ചവും ദർശനവും ഒന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം രാവിലെ ഒരു മൈക്കും ക്യാമറയും കൊടുക്കുക, കലക്കേച്ച് വരാൻ പറയുക. അത് കലക്കുന്ന പണിയാണ് നടത്തുന്നത്. കഷ്ടം.